അപ്പോൾ ഇലക്ഷൻ ഹോട്ടിൽ നമ്മൾ പറയുന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതുപോലെ കെ സുധാകരൻ ഒരു പേര് വെളിപ്പെടുത്തി. BJP-യിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞ CPM നേതാവ് EP ജയരാജനാണെന്നാണ് വെളിപ്പെടുത്തൽ. ഷോക്കിംഗ് ആയി. അതെ, ഗൾഫിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കെ സുധാകരൻ ഇന്ന് മരുന്ന് കഴിച്ചില്ലെന്ന് തോന്നുന്നു എന്നായിരുന്നു EP ജയരാജന്റെ അതിനുള്ള മറുപടി. ഇയാളെന്തോ മരുന്ന് കഴിച്ചു എന്നായിരുന്നു പ്രതികരണം അല്ലേ? ഇതിന് പിന്നാലെ ആദ്യം TG നന്ദകുമാർ കുറേയേറെ കഥകളുമായിട്ട് രംഗത്ത് വന്നു. തത്സമയം പല ചാനലുകളും ഇത് സംപ്രേഷണം ചെയ്തു, 24-ഉം സംപ്രേഷണം ചെയ്തു. BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ മാത്രമല്ല കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും കണ്ടു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. പിന്നാലെ EP ജയരാജന്റെ മകനുമായി കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞ് ശോഭാ സുരേന്ദ്രനും കളം നിറഞ്ഞു. അപ്പൊ ആദ്യം വന്നു, പരിചയപ്പെട്ടു. വ്യക്തിപരമായി രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJP-യിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. ഇത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതാരാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്തത് കണ്ണൂരെ UDF സ്ഥാനാർത്ഥി കെ സുധാകരനാണ്. EP ജയരാജനാണ്. ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുത്തത് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും. ഓഫറുകൾ എന്തൊക്കെ? പാർട്ടി വിടാൻ EP-യെ പ്രേരിപ്പിക്കുന്നത് എന്ത്? കെ സുധാകരന്റെ വാദങ്ങൾ ഇങ്ങനെ. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. അതിനൊരു മധ്യവർത്തിയുണ്ട്. മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖർ അടക്കം ചർച്ച നടത്തിയപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. കടുത്ത ഭാഷയിൽ മറുപടിയുമായി LDF കൺവീനർ EP ജയരാജൻ കെ സുധാകരനെതിരെ മാനനഷ്ട കേസ് നൽകും. എനിക്ക് BJP-യിലേക്ക് RSS-ലും പോട്ടെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. ഈ രാജ്യത്തിൻ്റെ അഭിമാനം, രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ അന്തസ് കളഞ്ഞു കുളിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുകയാണ്. എല്ലാവരുടെയും ആരോപണങ്ങളിൽ പ്രധാന പേരുകാരൻ TG നന്ദകുമാർ. ഇതോടെ BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ കണ്ടതായി നന്ദകുമാർ വെളിപ്പെടുത്തുന്നു. തൃശൂരിൽ BJP-യെ ജയിപ്പിക്കാൻ സഹകരിച്ചാൽ ലാവ്ലിൻ കേസ് എഴുതിത്തള്ളാമെന്ന് വാഗ്ദാനം. എന്തെങ്കിലും ഒരു ചാൻസ് ഞങ്ങൾക്ക് ഒരു സീറ്റ് പിടിക്കാം, എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാർ. SNC ലാവ്ലിൻ കേസ് I am fight SNC, but I am ready to concede. What base you concede in Supreme Court? Tell me, this is EB happy? Yes, you don't worry at all. വാഗ്ദാനം EP ജയരാജൻ പൂർണ്ണമായും തള്ളിയെന്ന് അവകാശപ്പെടുന്ന നന്ദകുമാർ മറ്റു ചില പേരുകൾ കൂടി പറഞ്ഞു. കെ സുധാകരൻ BJP-യിൽ ചേരാൻ സമ്മതം മൂളിയ സമയത്താണ് KPCC അധ്യക്ഷ പദവി കിട്ടിയത്. രമേശ് ചെന്നിത്തല 45% സമ്മതം അറിയിച്ചതാണ്. ഇന്നത്തെ കളി ആ വഴിക്ക് നീങ്ങുന്നതിനിടെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും എത്തി. ഒരാള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി തന്നത് പോലും ഞാൻ എൻ്റെ ഭൂമി 8 സെന്റ് ഭൂമി വിറ്റ് അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുമ്പോൾ അയാളുടെ നിഴലിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് എന്താണെങ്കിലും ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഡൽഹി യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്ത് വാട്സാപ്പിൽ അയച്ചത് TG നന്ദകുമാർ. EP ജയരാജനെ നേരിൽ കണ്ടത് കൊച്ചിയിലെ റിനൈസൻസിൽ. EP-യുടെ മകൻ എന്തിനാണ് വാട്സാപ്പിൽ സന്ദേശം അയച്ചതെന്ന് ശോഭാ സുരേന്ദ്രന്റെ ചോദ്യം. എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജന്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. കേരളത്തിൽ 2 പതിറ്റാണ്ടായി ഉയരുന്ന വിവാദങ്ങൾക്കൊപ്പം എല്ലാം കേൾക്കുന്ന പേരാണ് നന്ദകുമാറിന്റേത്. ലക്ഷ്യം എന്താണെന്നതിൽ തീർച്ചയില്ലെങ്കിലും ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നു: ഇവരെല്ലാവരും പരസ്പരം കാണുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പൊതുപ്രവർത്തകരുടെ കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടിയാണെന്നറിയാനുള്ള അവകാശം ഏതായാലും പൊതുജനത്തിനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവാദമാണ്. അത് വോട്ടെടുപ്പിന് തലേന്ന് തമാശ ഉണ്ട്. അതായത് രമേശ് ചെന്നിത്തല 45% ചേരാൻ തയ്യാറാണ്. ഇതിനകത്ത് ഒരു ശതമാനക്കണക്ക് എങ്ങനെ നടന്ന് ഇവിടെ വരെ വന്നു, അങ്ങോട്ട് പോയില്ല. അതോ ഈ കൂടിക്കാഴ്ച നടക്കുന്നതിനിടയ്ക്ക് അത് അളക്കാനുള്ള എന്തെങ്കിലും മിഷൻ ഉണ്ടോ? മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, EP ജയരാജൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്
എന്നുകൂടി പറഞ്ഞോളൂ ശോഭാ ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രൻ, അല്ലേ? അതെ, അതെ, അതെ. ഓക്കെ, അല്ലെ തട്ടിക്കളയെന്നുള്ളതല്ല ആ, അതെ, അതെ, അതെ. കുറച്ച് കടന്ന കൈയായി പോയി. എന്തായാലും ഈ വോട്ട് ചെയ്യുന്ന നാട്ടുകാർ അല്ലേ, അവരാകെ ധർമ്മസങ്കടത്തിലായി കാണും. ആരെ വിശ്വസിക്കണം അത് എന്ന് വലിയ കരുതി. ചോദ്യം തന്നെ, അല്ലേ? അതൊരു വലിയ ചോദ്യം തന്നെ. എന്തായാലും ടി.ജി. നന്ദകുമാർ കളം നിറയുന്നു എന്നറിയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ കളിച്ച് അമ്പലമുറ്റത്ത് വരെ കളി തുടങ്ങി അതെ, അല്ലേ? അതെ, അതെ, അതെ. അതാണ് കളി.